ദേവി ദേവിയെ കാര്യം എന്താണ്? ആ കാര്യണ്ട്. അപ്പം നിന്നിടാതെ കൊറേ ആയി. എവിടെയാ ഉള്ളേമോ നോക്കണത്ര. അതെയാ, ഞാൻ പോയോക്കട്ടെ. ഇതാണേ അപ്പം ചൂടാതെ കൊറേ ആയി. ഇതിന്റെ അകത്ത് തന്നെ പൂപ്പല് പൊട്ടിയില്ലാമോ നോക്കണ. എടുക്കലേ ഇല്ലേ? ഇപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് അപ്പം പീടിയെന്നല്ലേ കൊണ്ടിരുന്നത്. ആരാക്കുന്നിപ്പൊ പീടിയെന്ന് ആക്കുന്ന അനങ്ങനെ പീടിയെന്ന് പിള്ളേരെല്ലാം പറഞ്ഞ പീടിയെന്ന് ആക്കിയാൽ മതി. അനക്ക് പീടിയെന്ന് കൊണ്ടുതന്നെ ഇഷ്ടമല്ല. കാസ് റെഡി ആയില്ല, ചുട്ടല അവനോടെ കൈ കൊണ്ട് തന്നെ ആക്കിയിട്ട് ചുട്ടാൽ. അതല്ലാതെ ഇപ്പൊ അങ്ങനെ ഞാനും അങ്ങനെ പണ്ടെല്ലാം ചെയ്യല. എന്ത് എല്ലാരും ചൂടും. ഇപ്പൊ ആരും ചുടലുമില്ല. പണ്ടെല്ലാം ഒരു കല്യാണം കഴിഞ്ഞിട്ടാകുമ്പോ ഒരു 5-10 കാര നിരത്തി വെക്കും. അത്ര പെണ്ണുങ്ങൾ കൂടിയിട്ട് ചുടും. 2 ദിവസത്തെ അപ്പം ചൂടലാണ്. ഇന്ന് ആര് അപ്പം ചൂടുന്നത്? പൈസ കൊടുത്താൽ കിട്ടും, അപ്പൊ വാങ്ങാൻ കിട്ടും. പക്ഷെ നമ്മൾ ചുടുന്ന അപ്പോ വാങ്ങുന്ന അപ്പായിട്ട് 2 തരാം വ്യത്യാസമുണ്ട്. നമ്മൾ ചുട്ടപ്പം എന്തുണ്ട് 2-3 ആൾക്ക് കുറച്ച് ജാസ്തി വാരി കൊടുത്താലും തീരൂല. മറ്റേത് കണക്കായിട്ട് എണ്ണി അപ്പാണ്. എണ്ണ കണക്കല്ലേ? അതുകൊണ്ട് എനക്ക് എന്തോ ഇതാണ്. ഞാൻ പറഞ്ഞ കാര്യം അന്റെ അടുക്ക് ഉണ്ട് കാരാ, പക്ഷെ പരിധിട്ട് കാണുന്നില്ല. എവിടെയാന്ന് അറിയില്ല. എനക്കൊന്ന് ഈ ആക്രിക്കാർ വന്നിട്ട് അതിന്റെ അകത്തെങ്ങാനും എടുത്തു കൊടുത്തുട്ടോ ഈ പിള്ളേർ. ഞാനുണ്ടല്ലോ അന്ന് ഇതാക്കുമ്പോ വൃത്തിയാക്കുമ്പോ എല്ലാം പൊറുക്കിട്ട് ഒന്നിന് കൂട്ടി വെച്ച്. ഞാനിപ്പൊന്ന് പിള്ളേരത് എടുത്തിട്ട് ആക്രി ആരോടാ ഇപ്പൊ ചോദിക്കട്ടെ? ഏതാക്രിക്കാരോടാ ചോദിക്കേണ്ടത്? അതുകൊണ്ട് എനക്ക് എന്തോ പോലെ പണ്ടല്ല കാര്യമെല്ലാം പോയിട്ട് മേടിച്ചോണ്ട് എല്ലാ വീട്ടിലൊന്നും ഉണ്ടാവൂല. ഞാനെല്ലാം പ്രസവിച്ചാലോ കല്യാണം എല്ലാം ആകുമ്പോ എല്ലാ വീട്ടിലും പോയി കാര് മേടിച്ചോണ്ടല്ലേ 3-4 കാര വെച്ച് അപ്പം ചൂടുക. ഇപ്പൊ എല്ലാരും ബുക്ക് ചെയ്തു ഉണ്ടെന്ന് പോയി. പക്ഷെ അന്നത്തെ ചുടുന്ന അപ്പോ ഈ എണ്ണി വാങ്ങുന്ന അപ്പം വ്യത്യാസമില്ല. നമ്മളെ ഇഷ്ടത്തിന് വാരി കൊടുക്കാം. ഇതിപ്പോ എണ്ണി ചുട്ടപ്പം കൊണ്ട് എത്തൂല. ഇതാളെ കൊണ്ട് എത്തൂല. ഇതിനെ പേടിയായി. അന്നെന്റെ ആങ്ങളെന്റെ മോളെ കുടിയേലിന് അപ്പം കൊണ്ടുവന്നിന് 600 അപ്പം കൊണ്ടുവന്നിന്. ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല. വൈകുന്നേരം 7 മണിയാകുമ്പത്തേക്ക് അപ്പം തീർന്നു. 600 അപ്പം 4 ആക്കും കാര്യം പോലെ വാരിയാൻ കഴിഞ്ഞില്ലേ? പിന്നെ എവിടെ ഉണ്ടാവുക? 3-4 ആണുങ്ങൾ വന്നിട്ട് 2 കൈയിടുമ്പത്തേക്ക് പിന്നെ അതിന്റെ അകത്തുണ്ടാകും. അപ്പൊ രാവിലെ ആകുമ്പത്തേക്കില് ആരും വേണ്ടേ? ആദ്യം പോയിട്ട് വാങ്ങിക്കണം 600 അപ്പം. അതൊരു ഗുണവും മണവും ഇല്ല 600 അപ്പം വാങ്ങിയത്. രാത്രിക്ക് വാങ്ങി നല്ല മോശമൊന്നുമില്ലേ? എല്ലാവരും പോലെ രസം ഉണ്ടാവില്ല. എത്ര പൈസ അതിന്? ആ കണക്കിന് ആ പൈസക്ക് ചുട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ദിവസം വാരി കൊടുക്കുകയും ചെയ്യാം, നമുക്ക് തിന്നുകയും ചെയ്യാം. ഇഷ്ടം പോലെ അപ്പം ഉണ്ടാവും. ഇപ്പൊ കാര്യം ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വേഗം പോയി വാങ്ങണമെന്ന്. ഇന്ത്യാലത്തിൻ്റെന്നല്ല, പക്ഷെ ഇന്ത്യാലത്തിന്റെ എല്ലാം വാങ്ങിയാൽ ചുട്ടാലാവും. അനക്ക് ഈ ഓട്ടിന്റെ കാര്യം ശരിയാവൂലോ. അതിനെല്ലാം പാട് വെളിച്ചെണ്ണ കൊടുക്കും. ഇന്ത്യാലത്തിൻ്റെത് സ്റ്റീലിൻ്റെതുണ്ട്, ഇന്ത്യാലത്തിൻ്റെതുണ്ട്. പണ്ടെല്ലാം ഉണ്ടാടും. അത് നമ്മൾ ചുടുന്ന നമുക്ക് ഇതേ ഇഷ്ടപ്പെടും. പണ്ടെല്ലാം ഈ ഓട്ടിന്റെ എല്ലാം ഉണ്ടാ. മറ്റേതൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. അതന്നെ ഞാനും പറഞ്ഞു. ഇപ്പൊ അതാ അരി പൊടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ വേണ്ട, ഒന്നും ചെയ്യണ്ട. മൈദയും തരിയും വാങ്ങിക്കൊണ്ടാല് അടിപൊളി അപ്പാണ്. നല്ല അപ്പാ. ഞാൻ തിന്നിനി, നല്ല രസമുണ്ട്. അപ്പൊ ഞാനൊരു കുടിയലിന് പോയാലും തിന്നിനി. അതെല്ലേ? ഒരു ദിവസം നമുക്ക് ആക്കണം ഇങ്ങനെ വിചാരിക്കല. നമുക്കൊരു ദിവസം ആക്കാം കേട്ടാ. എന്നിട്ട് എല്ലാരും കാണിക്കാം, പ്രഷറെല്ലാം കാണിക്കും കേട്ടാ. നമ്മളൊരു നെയ്യപ്പം ചൂട്ടിട്ട് എല്ലാരും കാണിക്കും. നിങ്ങൾക്കെല്ലാം നമ്മൾ തരും കേട്ടാ. വന്നാൽ മതി, വിളിക്കും. നമ്മളെ വിളിച്ചിട്ടാകുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളപ്പം തരും. നമ്മളെ എല്ലാ ഇതും കാണും. കമന്റും സബ്സ്ക്രൈബറും എല്ലാം ചെയ്യാൻ നിങ്ങൾ എല്ലാം നല്ല സപ്പോർട്ടായിട്ട് നിന്നാല് നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കും കേട്ടാ. എന്നാ ഞാൻ പോട്ടണേ. പണ്ട് കാര കൊണ്ടുവന്നാല കാരൊക്കെ എണ്ണത്തിന് കണക്കായിട്ട് അപ്പം ഉണ്ടാവും. അതെ, അല്ല അങ്ങനെയല്ലേ പണ്ടല്ലോ. അതിന്റെ അപ്പം ആ എണ്ണീറ്റ് ആ കുഴിക്ക് കണക്കായ അപ്പം കൊടുത്തേ. അത് വിചാരിച്ചിട്ട് നീ കാത്തൊന്നും വേണ്ട, ഞാൻ നേരത്തെ കൊടുത്തരുന്നു. ആയിക്കോട്ടെ.